ഇനിഷ്യേറ്റഡ് ആൻഡ് ഇന്ററപ്റ്റ് പിന്നുകളാണ് പഠിക്കാൻ പോകുന്നത്. 5ാമത്തെ ഗ്രൂപ്പ്. ഓക്കെ ഇതിനകത്ത് കുറച്ച് കൂടുതലും പഠിക്കാനുണ്ട്, കൂടുതലും പിന്നുകൾ. ഇപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സ്റ്റേണലി ഇനിഷ്യേറ്റഡ് സിഗ്നൽസ് ഇൻക്ലൂഡിംഗ് ഇന്ററപ്റ്റ് പിന്നുകളുമാണ്. എക്സ്റ്റേണലി ഇനിഷ്യേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? പുറത്തിരിക്കുന്ന ഏതൊക്കെയോ ഡിവൈസസുകൾ തമ്മിലും നമ്മൾ മൈക്രോ പ്രോസസർ തമ്മിലുമുള്ള ഒരു കണക്ഷൻസിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള പിന്നുകളാണ് എക്സ്റ്റേണലി ഇനിഷ്യേറ്റഡ് പിന്നുകൾ. ഇനി ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ തന്നെ എന്താണ്? ഒരു തടസ്സമാണ് അല്ലെ? മൈക്രോ പ്രോസസർ അതിന്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ഇൻസ്ട്രക്ഷന്റെ പ്രോഗ്രാമിനെ ഒരു തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ കൊടുക്കുന്ന പിന്നുകളാണ് ഇന്ററപ്റ്റ് പിന്നുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ററപ്റ്റ് പിന്നുകളെ കുറിച്ചിട്ടാണ്. ഇതിനകത്ത് 5 ഇന്ററപ്റ്റ് പിന്നുകൾ ഉണ്ട്. ഇത് ഒരിക്കലും എന്താണ് 5 interrupt 8085 has how much of interrupt pins എന്ന് പറഞ്ഞ് ചോദിക്കും. എത്രയാണ്? 5 interrupt പിന്നുകളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് പറയുമ്പോഴേക്കും ആ പിന്നുകളുടെ പേരാണ് കേട്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. INTR ഇന്ററപ്റ്റ് പിൻ എന്നാണ്. RST 7.5 റീസെറ്റ് 7.5 എന്നാണ് അതിന്റെ പേര്. RST 6.5 RST 5.5 ട്രാപ്പ്. ഈ 5ഉമാണ് എന്ത് 5 ഇന്ററപ്റ്റ് പിന്നുകളായിട്ട് നമ്മൾ വർക്ക് ആകുന്നത്. ഓക്കെ ഇനി ഇത് കൂടാണ്ട് ഒരു അക്നോളജ് പിൻ ഉണ്ട്. അതാണ് INTA ഇന്ററപ്റ്റ് അക്നോളജ്. പിന്നെ ബാർ ഇട്ടിരിക്കുന്നത് കൊണ്ട് അപ്പൊ തന്നെ എന്ത് പറയണം മക്കളെ? ലോ ആക്റ്റീവ് പിന്നാണ്. അതായത് 0 വരുവാണെന്നുണ്ടെങ്കിൽ ആണ് ഇന്ററപ്റ്റ് അക്നോളജ് നടക്കുന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അടുത്തത് ഇതിൽ വേറെ എന്താ പഠിക്കാനുള്ളത്? എക്സ്റ്റേണലി ഇനിഷ്യേറ്റഡ് പിന്നുകൾ. ആ എക്സ്റ്റേണലി ഇനിഷ്യേറ്റഡ് പിന്നുകൾ ഏതൊക്കെയാണെന്ന് പറയുമ്പോഴേക്കും ഹോൾഡ് അക്നോളജ്, റെഡി, റീസെറ്റ് ഇൻ, റീസെറ്റ് ഔട്ട്. ഇത്രയ്ക്കുമാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇത്രയും പിന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ എക്സ്റ്റേണലി ഇനിഷ്യേറ്റഡ് ആൻഡ് ഇന്ററപ്റ്റ് പിന്നുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് 5 ഇന്ററപ്റ്റ് പിന്നുകൾ ഉണ്ട്. INTR, RST 7.5 RST 6.5 RST 5.5 പിന്നെ ട്രാപ്പ് എന്ന് പറഞ്ഞ പിന്ന്. പിന്നെ എക്സ്റ്റേണലി ഇനിഷ്യേറ്റഡ് പിന്നുകൾ ഏതൊക്കെയാണെന്ന് പറയുമ്പോഴേക്കും ഹോൾഡ് അക്നോളജ്, റെഡി, റീസെറ്റ് ഇൻ, റീസെറ്റ് ഔട്ട്. ഓക്കെ ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഇന്ററപ്റ്റിലുള്ള INTR എന്ന് പറഞ്ഞ പിന്നാണ്. അപ്പൊ INTR എന്ന് പറഞ്ഞത് എന്താണ്? ഇന്ററപ്റ്റ് റിക്വസ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യൂസ്ഡ് ടു ജനറൽ പർപ്പസ് ഇന്ററപ്റ്റ്. അതായത് മൈക്രോ പ്രോസസറിൽ അതാണ് നമ്മുടെ മൈക്രോ പ്രോസസർ. മൈക്രോ പ്രോസസറിൽ 5 പിന്നുകൾ ഉണ്ട് അല്ലെ? അതായത് INTR, RST 7.5 RST 6.5 RST 5.5 പിന്നെ ട്രാപ്പ് എന്ന് പറഞ്ഞ പിന്നുകൾ. ഈ പിന്നുകൾ എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ററപ്റ്റിന് ആവശ്യമായിട്ടുള്ള പിന്നുകളാണ്. അത് ഇന്ററപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോസസർ അത് അതിന്റെ പ്രകാരം എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒരേ ഇൻസ്ട്രക്ഷൻസുകളെയും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തിരുന്ന് എന്താണ് ഒരു ഇന്ററപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പിന്നുകളിൽ കൂടി നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ ജനറൽ ആയിട്ട് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് ഈ പിന്നിൽ കൂടിയാണ്. ഇത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ഇടയിൽ ഒരു സബ് പ്രോഗ്രാം നടക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ ഫ്ലോ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് വേറൊരു സ്ഥലത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ മെയിൻ പ്രോഗ്രാം ഞാൻ ഇന്ററപ്റ്റ് വന്നിട്ട് ചെയ്തിരിക്കണം. അങ്ങനെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് സബ് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ററപ്റ്റ് സിഗ്നൽസ് അതായത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് സിഗ്നൽസ് കൊടുക്കുന്ന പിന്നുകളൊക്കെയാണ് ഇവരെ എല്ലാവരും. അതിൽ നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന പിന്നാണ് ഇന്ററപ്റ്റ് പിൻ എന്ന് പറഞ്ഞത്. ഓക്കെ അപ്പൊ INTR എന്ന് പറഞ്ഞ പിന്നിൽ കൂടി നമ്മൾ ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസർ എന്ത് ചെയ്യും? അത് അതിൻ്റെതായിട്ടുള്ള പ്രോഗ്രാം എന്തുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അത് ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ സബ് പ്രോഗ്രാം വന്നിട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് ഇത്. ഇനി ഈ ഇന്ററപ്റ്റ് നമ്മൾ പിന്നുകളിൽ കൂടി സിഗ്നൽ കൊടുത്ത് മൈക്രോ പ്രോസസർ അത് അക്സെപ്റ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണ് ഇന്ററപ്റ്റ് അക്നോളജ് എന്ന് പറഞ്ഞ പിന്നെ. INTA എന്ന് പറഞ്ഞ പിന്നെ ബാർ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇത് ലോ ആക്റ്റീവ് പിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അതായത് ഇന്ററപ്റ്റ് പിന്നിൽ കൂടി നമ്മൾ എന്ത് ചെയ്തു? ഇന്ററപ്റ്റ് കൊടുത്തു. അപ്പൊ മൈക്രോ പ്രോസസർ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ സിഗ്നലിൽ കൂടി നമുക്ക് മനസ്സിലാകും. ഈ ഇന്ററപ്റ്റ് അക്നോളജ് എന്ന് പറഞ്ഞ പിന്നെ ലോ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പിന്നിൽ കൂടി 0 എന്ന് പറഞ്ഞ സിഗ്നൽ ആണ് വരുവാണെന്നുണ്ടെങ്കിൽ ഇന്ററപ്റ്റ് മൈക്രോ പ്രോസസർ അക്സെപ്റ്റ് ചെയ്തെന്നുള്ളതും ഈ പിന്നിൽ കൂടി ഹൈ ആണ് വരുവാണെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസർ ഇന്ററപ്റ്റ് സിഗ്നൽ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇന്ററപ്റ്റ് അക്നോളജ് എന്ന് പറഞ്ഞ ഒരു പിന്ന്. ഓക്കെ നമ്മൾ വാട്സപ്പിലൊക്കെ ഇപ്പൊ എന്തെങ്കിലും മെസ്സേജ് അയക്കുവാണെന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് അവിടെ എത്തിച്ചേരണം എന്നുള്ളതിന് ഒരു ടിക്ക് സിഗ്നൽ വരൂലേ? അതാണ് നമ്മളുടെ അക്നോളജ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അവിടെ എത്തി എന്നുള്ളതിന് ഒരു തെളിവ് നമുക്ക് വേണ്ടേ? അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഒരു സിഗ്നൽ വരുന്നതാണ് ഇന്ററപ്റ്റ് അക്നോളജ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പൊ ഇന്ററപ്റ്റ് അക്നോളജും നമ്മൾ നോക്കി. ഓക്കെ അടുത്തത് ഇനി ഏതൊക്കെയാണ്? RST 7.5 RST 6.5 RST 5.5 ഇതെല്ലാം എന്താണ്? റീസ്റ്റാർട്ട് ഇന്ററപ്റ്റ് പിന്നുകളാണ്. അപ്പൊ നോക്കുമ്പോഴേക്കും എന്താണ് നമ്മൾ ജനറൽ ആയിട്ട് ഇന്ററപ്റ്റ് സിഗ്നൽസ് കൊടുക്കുന്ന പിന്നാണ് INTR എന്ന് പറഞ്ഞത്. പിന്നെ ഇതേത് ചില പേർപ്പസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണം വെച്ചിട്ട് നമ്മൾ എന്താണ് ഒരു കണ്ടീഷൻ പ്രകാരം എന്താണ് ഇന്ററപ്റ്റ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ RST 7.5 6.5 ആൻഡ് ട്രാപ്പ് ഈ പിന്നുകളിലൊക്കെ ആയിരിക്കും നമ്മൾ സിഗ്നൽസ് വന്നിട്ട് കൊടുക്കുന്നത്. ഓക്കെ അതിൽ ട്രാപ്പ് വളരെ പ്രത്യേകതയാണ്. ഈ 4 INTR RST 7.5 RST 6.5 RST 5.5 ട്രാപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതെന്താ ട്രാപ്പ് ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോഴേക്കും ഇത് ഒരു നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് ആണ്. അതെന്താ നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൈക്രോ പ്രോസസർ അത് അതിൻ്റെതായിട്ടുള്ള ജോലിയെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആ സമയത്ത്
സമയത്ത് ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ നമ്മൾ കൊടുക്കുക. ആ ഇന്ററപ്റ്റ് സിഗ്നൽ ഒന്നില്ലെങ്കിൽ INTR കൂടി കൊടുക്കാം, RST 6.5 7.5 5.5 കൂടി കൊടുക്കാം. ഇതേ ട്രാപ്പിൽ കൂടിയാണ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൈക്രോ പ്രോസസർ എന്ത് ചെയ്യും? അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെ നിർത്തിയിട്ട് ട്രാപ്പിൽ കൂടി വരുന്ന സിഗ്നൽ, ഇന്ററപ്റ്റ് സിഗ്നൽ എന്താണോ അത് വന്നിട്ട് പ്രവർത്തിക്കൊണ്ടിരിക്കും. അതേസമയത്ത് ട്രാപ്പിൽ കൂടി ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ വന്നിട്ട് മൈക്രോ പ്രോസസർ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഇന്ററപ്റ്റിൽ കൂടി നമ്മൾ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാലും അത്